ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കിച്ചൺ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ രാവിലെ ചെയ്യുന്നൊരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് സിങ്കിലോട്ട് എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അപ്പോൾ എല്ലാ പാത്രങ്ങളും ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ കഴുകി വെക്കുമെങ്കിൽ കൂടിയും പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാനൊന്നെടുത്ത് സിങ്കിലിട്ടിട്ട് അതൊന്ന് എനിക്ക് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ പാത്രങ്ങൾ ഒരുപാട് ഇങ്ങനെ കഴുകാനുണ്ടെങ്കിൽ ഭയങ്കര മടി തോന്നാറുണ്ട് കേട്ടോ. അടുക്കളയിലോട്ട് പാത്രങ്ങൾ ഇങ്ങനെ ചീത്തയായി ഇരുന്നാൽ തന്നെ നമുക്ക് അടുക്കളയിലോട്ട് കയറി വരാനേ തോന്നാത്ത ഒരു രീതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈറ്റ് ആണെങ്കിലും എല്ലാ പാത്രങ്ങളും കഴുകി അടുക്കള ഇതേ രീതിയിൽ തന്നെ നമ്മൾ രാവിലെ ആ ഒരു ക്ലീൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിടാൻ നോക്കണം കേട്ടോ. എങ്കിലും നമുക്ക് ആ ഒരു നല്ലൊരു ദിവസമായിട്ട് നമുക്ക് എഴുന്നേറ്റ് വന്ന് അടുക്കളയിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ട് ഈ ഒരു സ്റ്റാൻഡ് എനിക്ക് വളരെ ഒരു ഉപകാരമുള്ളതായിട്ട് തോന്നി കേട്ടോ. ഞാനത് ഇങ്ങോട്ടേക്ക് മാറിയപ്പോഴാണ് ഈ സ്റ്റാൻഡ് വാങ്ങിച്ചത്. എൻ്റെ വീട്ടിലൊക്കെ ഇതാണ് അമ്മയൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരെണ്ണം വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഓൺലൈനിലൊക്കെ ഇതിന് ഒരുപാട് വിലയാണ് കേട്ടോ. 1000 രൂപയോളമൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പിന്നെ സ്റ്റാൻഡോട് കൂടിയുള്ളതിന് 1000, അല്ലാത്തതിന് 800 രൂപയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിത് ബ്രോഡ്വേന്ന് 700 രൂപയ്ക്കാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചത്. വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം തട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ശ്യാമിന് മുട്ട പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിരുന്നു. അതെല്ലാം ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ടാക്കി. പിന്നെ നമ്മൾ ഈ കുപ്പികളൊക്കെ മുളക് പൊടിയും ഉപ്പും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് തിരക്കിൻ്റെ ഇടയിൽ എടുത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെയൊക്കെ വെക്കുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ടാവില്ല. എങ്കിലും എനിക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ധൃതിക്കൊക്കെ ശ്യാമിനും കുഞ്ഞിനും പോകാനുള്ള ആ ഒരു ധൃതിക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അതായത് തട്ടയിലോട്ടൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അതങ്ങ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. നമ്മൾ ഈ കുക്കറിലൊക്കെ പരിപ്പൊക്കെ വെക്കുന്ന സമയത്ത് പരിപ്പെന്നല്ല എന്ത് വെച്ച് കഴിഞ്ഞാലും വിസിലടിക്കുമ്പോഴൊക്കെ അതൊക്കെ തെറിച്ച് സ്റ്റൗവിലും ആ ജനലിനും ചുമരിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്താൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ അടുക്കള കിടക്കും കേട്ടോ. പിന്നെ മിക്സിയിൽ അടിക്കുമ്പോഴാണെങ്കിലും അബദ്ധത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് തെറിച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ വീഴുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി സ്ലാബിൻ്റെ അടിയിലും എല്ലാം നമ്മൾ നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കി ഇടുക കേട്ടോ. നമ്മുടെ അടുക്കളയിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി തോന്നണം. നമുക്ക് പാചകം ചെയ്യുന്ന ഒരു സ്ഥലമാകുമ്പോൾ അത് എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇടാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ എപ്പോഴും പുറത്തുനിന്നൊരു ആൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടുക്കള കാണുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു വൃത്തി ഒരുപാട് നല്ല പളങ്ക് പോലെയൊന്നും ഇട്ടില്ലെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മൾ തുടച്ചിടണം കേട്ടോ. അപ്പം ഞാൻ വലിയ പാത്രങ്ങളെല്ലാം അവിടെ കഴുകി വെള്ളം പോയതിന് ശേഷം അതെല്ലാം എടുത്ത് താഴേലോട്ട് മാറ്റും കേട്ടോ. വലിയ പാത്രങ്ങളൊക്കെ താഴേലും പിന്നെ ഒരുവിധം മീഡിയം പാത്രങ്ങളൊക്കെ എടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഗ്ലാസ്, എനിക്ക് പാത്രം വെക്കാനായിട്ട് വേറെ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്ന കൊണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ എല്ലാം വീണ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെറിയ പാത്രങ്ങളൊക്കെ അങ്ങ് മാറ്റും. തീരെ ചെറിയ പാത്രങ്ങളും കഴിക്കുന്ന പ്ലേറ്റുകളും മാത്രമേ കൊട്ടയിലിട്ട് വെക്കാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ. സിങ്കിൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അത് മീൻ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മളൊന്ന് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കിച്ചണിൽ. പിന്നെ അവിടേക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചിടുക. തുടയ്ക്കൽ ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കില്ല കേട്ടോ. ചൊവ്വയും വെള്ളിയും മാത്രമേ ഞാൻ വീട് തുടയ്ക്കാറുള്ളൂ. അപ്പോഴും കിച്ചണും ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ തുടയ്ക്കാറുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സ്ലാബും എല്ലാം കിച്ചണൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ ആ സ്റ്റൗവിൻ്റെ പുറത്ത് അതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കണ്ണിന് ഉറുമ്പിൻ്റെ ശല്യമുള്ളതുകൊണ്ട് ഇടയ്ക്കൊരു ഉറുമ്പ് വരാറുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഉറുമ്പ് കയറിയ ഭക്ഷണ സാധനങ്ങൾ എനിക്ക് കഴിക്കണം ഇഷ്ടമല്ല. അപ്പോൾ കണ്ണന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ബാക്കി അവിടെ സ്ലാബിൽ വേറെ ഒരു പാത്രങ്ങളും ഇല്ല കേട്ടോ. എല്ലാം ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സിങ്കിൻ്റെ പരിസരമൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആരും നമ്മളെ തെറ്റ് പറയാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ കിച്ചൺ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ താഴെയാണ് കേട്ടോ കമത്തി വെക്കുന്നത്. പിന്നെ ഇത് എൻ്റെ ഉള്ളിക്കോട്ടയാണ് കേട്ടോ. ഉള്ളി, സവാള, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെക്കുന്നത്. പിന്നെ സ്റ്റോർ ചെയ്യാൻ അരിയും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന പാത്രങ്ങൾ. ആ ചിരട്ട അവിടെ സ്റ്റോർ ചെയ്യുന്ന വേറെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് എന്നും സന്ധ്യയ്ക്ക് സാമ്പ്രാണി കത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചിരട്ട സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഇതാ മീഡിയം രീതിയിലുള്ള പാത്രങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കബോർഡിൽ കുപ്പി, നമ്മളുടെ പയറ്, പരിപ്പ്, ഉപ്പ്, അങ്ങനെയുള്ള പലവ്യഞ്ജനങ്ങളെല്ലാം കുപ്പിയിലിട്ടിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അല്ലാതെ എന്തെങ്കിലും ടിഫിൻ ബോക്സുകളും നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. വളരെ കുഞ്ഞ് അടുക്കളയാണ്, പക്ഷേ എങ്കിലും വളരെ കുഞ്ഞാണെങ്കിലും ചെറിയ അടുക്കളയാണ്. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാചകം ചെയ്യുന്നതിനും എല്ലാം ഒരു ദിവസം നല്ല ഭംഗിയായിട്ട് തുടങ്ങാൻ പറ്റും. എല്ലാവരും ഇതുപോലെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ